വീണ്ടും വാർത്തകളിലേക്ക്. കോതകുളം വട്ടപ്പരുത്തി ക്ഷേത്രത്തിന് സമീപം ദിവസങ്ങൾക്ക് മുൻപ് സാമൂഹ്യ വിരുദ്ധർ ആക്രമിച്ച വീടിന് നേരെ വീണ്ടും ആക്രമണം. ശനിയാഴ്ച പുലർച്ചെ 12:30 അണ്ടുരുത്തിൽ സൗമിനി ഹരിദാസിന്റെ വീടിന് നേരെയാണ് കല്ലേറുണ്ടായത്. കല്ലേറിൽ വീടിന്റെ 5 ജനൽ ചില്ലുകളും തകർന്നിരുന്നു. വീട്ടുകാർ ഉണർന്നുവെങ്കിലും ആക്രമികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇക്കഴിഞ്ഞ മാസം 24-ന് രാത്രിയിലും വീടിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായിരുന്നു. 4 ജനൽ ചില്ലുകളും ആക്രമികൾ അന്ന് കല്ലെറിഞ്ഞ് തകർത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കെയാണ് വീണ്ടും ആക്രമണം ഉണ്ടായത്. പോലീസിൽ പരാതി നൽകിയതിലുള്ള വൈരാഗ്യം ആകാം ഇപ്പോഴത്തെ ആക്രമണത്തിന് പിന്നിലെന്നും വീട്ടുകാർ പറയുന്നു. CPI കയ്പമംഗലം മണ്ഡലം സമ്മേളനത്തിന് എസ്എൻപുരം പോള ഹാളിൽ തുടക്കമായി. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കേരളീയൻ പതാക ഉയർത്തി. AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി പാർലമെന്റിൽ തന്നെ പങ്കെടുത്തത് വളരെ കുറച്ച് ദിവസം. അദ്ദേഹം ആ സമയത്തൊക്കെ വിദേശത്താണ്. പാർലമെന്റിൽ ഇരിക്കുന്നില്ല. പ്രധാനമന്ത്രി പാർലമെന്റിൽ ഇരുന്നതിനൊക്കെ മറുപടി പറയട്ടെ. പ്രധാനമന്ത്രിക്ക് വേണ്ടി 5 ദിവസം ലോകസഭ രാജ്യസഭ കാത്തിരിക്കുക. പ്രധാനമന്ത്രി വന്ന് മറുപടി പറയാൻ സഭയിലില്ല, സഭയിൽ പങ്കെടുത്തിട്ടില്ല. ഈ ചർച്ചകളെ കുറിച്ച് പറയട്ടെ. പറയാൻ പ്രയാസമുള്ളതുകൊണ്ടല്ലേ പറയുന്നു. അമേരിക്കൻ ഗവൺമെന്റുമായി ആ വിധേയത്വത്തിന്റെ ഏറ്റവും നല്ല തെളിവല്ലേ ജീവൻ രക്ഷാ മരുന്നുകളുടെ വില നിയന്ത്രണ അധികാരം എടുത്തു കളഞ്ഞ് അമേരിക്കയിലുള്ള എല്ലാ കമ്പനി ഇംഗ്ലീഷ് മരുന്ന് പേരാണെങ്കിലും എല്ലാ അമേരിക്കയുടെയാണ്. എല്ലാ കമ്പനികളും അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള കോർപ്പറേറ്റുകളുടെയാണ്. ദശലക്ഷക്കണക്കിന് കോടി ഡോളറുകളുടെ ആസ്തിയും സമ്പത്തുള്ള കമ്പനികളാണ്. അവർ വിറ്റഴിക്കുന്ന മരുന്നുകൾ ജീവൻ രക്ഷാ മരുന്നിന്റെയൊക്കെ വില ഇത്ര ഉയർന്നു. ഞാനത് വിശദീകരിക്കുന്നില്ലോ. നമ്മുടെ ഒരു ക്യാമ്പയിൻ നമ്മുടെ പാർട്ടി നടത്തിയത്. NV ഷാജി, VR ഷൈൻ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA, KK വത്സരാജ്, അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ, KG ശിവാനന്ദൻ, P ബാലചന്ദ്രൻ എന്നിവരും സംസാരിച്ചു. EK സിദ്ധാർത്ഥൻ, ET ടൈസൺ മാസ്റ്റർ, മിനി ഷാജി, TP രഘുനാഥ്, RK ബദറുദ്ദീൻ, BA ഗോപി, ബേബി ജനാർദ്ദനൻ തുടങ്ങിയവരും പ്രസീഡിയം നിയന്ത്രിച്ചു. BJP യുവമോർച്ച നേതൃത്വത്തിൽ സന്തോഷ് ബലിദാന ദിനത്തോടനുബന്ധിച്ച് നിർധനരായ 60ഓളം കുടുംബങ്ങൾക്ക് അരിയും പലവ്യഞ്ജനങ്ങൾ കിറ്റുകളും വിതരണം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അജേഷ് കക്കര ഉദ്ഘാടനം ചെയ്തു. ജിത്ത് കൊല്ലാറ അധ്യക്ഷനായി. ജ്യോതിബാസ് തേവറകാട്ടിൽ, വികാസ് എടശ്ശേരി, ആയുഷ്, ഷാജിലാൽ എന്നിവരും സംബന്ധിച്ചു. വലപ്പാട് SC/ST വെൽഫെയർ സൊസൈറ്റിയുടെ 17ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി. CR കാർത്തികേയൻ അധ്യക്ഷനായി. മാധ്യമപ്രവർത്തകൻ ജോസ് താടിക്കാരൻ, NK ഹരിശ്ചന്ദ്രൻ എന്നിവർ ചേർന്ന് നറുക്കെടുപ്പ് നടത്തി. CR അർമുഖൻ, സീന ചന്ദ്രൻ, സുവിത്ത് കുന്തറ, ബിന്ദു ഷാജി, സെക്രട്ടറി PS ഷിനോജ് എന്നിവർ പങ്കെടുത്തു. തളിക്കുളം പുതിയങ്ങാടിയിൽ കുടുംബാംഗങ്ങൾക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കറുത്താണ്ടൻ ദാസൻ, ഭാര്യ പ്രിയ, മകൾ നിവേദ്യ എന്നിവരെ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാത്രി 9:30 പുതിയങ്ങാടി 1-ാം കല്ലിലാണ് സംഭവം. ബൈക്ക് റേസ് ചെയ്തെത്തിയ 4-അംഗ സംഘത്തോട് ശബ്ദം കുറച്ചു പോകുവാൻ ദാസൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് വീട്ടിലേക്ക് പോകുകയായിരുന്ന ദാസനെ അക്രമികൾ കരിങ്കൽ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. മുഖത്തും കണ്ണിലും പരിക്കേറ്റ ദാസന്റെ രക്ഷയ്ക്കെത്തിയ ഭാര്യയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. ഒരു കൈക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. കുറച്ചു നാളുകളായി ഈ പ്രദേശത്ത് കഞ്ചാവ്, മയക്കുമരുന്ന് മാഫിയകളുടെ ശല്യം ഉണ്ടാകുന്നതായും പറയുന്നു. സംഭവത്തിൽ അകത്തേപ്പീടിയയിൽ ഷിംതിയാസ്, പുഴങ്കരിയിലത്ത് റഫീഖ്, ഊണുങ്ങൽ സുമേഷ്, കോറോട്ട് അനിൽ എന്നിവർക്കെതിരെ വലപ്പാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വീണ്ടും പ്രധാന വാർത്തകൾ. വർണ്ണാഭമായ ഘോഷയാത്രയോടെ നാടെങ്ങും നബിദിനാഘോഷം. CPI കയ്പമംഗലം മണ്ഡലം സമ്മേളനത്തിന് എസ്എൻപുരം പോള ഹാളിൽ തുടക്കമായി. കയ്പമംഗലം വില്ലേജ് ഓഫീസിൽ മോഷണശ്രമം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.